ഹലോ എവരിവൺ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ആണ്. ആ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 എന്താണെന്ന് നോക്കാം. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് came into force on 1st July 1930 and it extends to the whole of India except the state of Jammu and Kashmir. Now all the legal provisions relating to the sale of movable goods are contained in the Sale of Goods Act 1930. ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്നാണ് വന്നത്? ജൂലൈ 1, 1930 എന്താണ് ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വന്നത്. ഇത് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ബാധകമാണ്. ജമ്മു കാശ്മീർ ഒഴിച്ചു. പക്ഷേ ഇന്ന് ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കി. ഇപ്പം എന്താണ്, ജമ്മു കാശ്മീരിലും ഇന്ത്യയിലെ പോലെ എല്ലായിടത്തും ഇന്ത്യയിലെ നിയമങ്ങൾ ബാധകമാണ്. അതുകൊണ്ട് ജമ്മു കാശ്മീരിലും ഇപ്പോൾ ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ബാധകമാണ്. ഇതെന്താണ്, നൗ ആൾ ദ ലീഗൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ദ സെയിൽ ഓഫ് മൂവബിൾ ഗുഡ്സ്. മൂവബിൾ ഗുഡ്സിൻ്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊവിഷൻസും ഇപ്പോൾ ഏതിലാണ് ഉള്ളത്? ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ഉള്ളത്. ഇനി കോൺട്രാക്ട് ഓഫ് സെയിൽ എന്താണെന്ന് നോക്കാം. കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് എ കോൺട്രാക്ട് ബൈ വിച്ച് ദ ഓണർഷിപ്പ് ഓഫ് മൂവബിൾ ഗുഡ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ. എന്താണ് മൂവബിൾ ഗുഡിൻ്റെ ട്രാൻസ്ഫർ? സെല്ലറിൽ നിന്ന് ബയറിലേക്കുള്ള ഓണർഷിപ്പ് ട്രാൻസ്ഫറിനാണ് എന്തെന്ന് പറയുന്ന കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. അപ്പം മൂവബിൾ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ഒരു ബയറിൽ നിന്ന് സെല്ലറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കോൺട്രാക്റ്റിനെയാണ് എന്തോന്ന് പറയുന്നത്? കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പാർട്ടീസ് ഉണ്ട്. ആരൊക്കെയാണ്? ഒരു സെല്ലറും ഉണ്ട്, ഒരു ബയറും ഉണ്ട്. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ടു ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ്. ഗുഡ്സിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടിയുള്ള ഒരു കോൺട്രാക്റ്റാണ് ഇതെന്ന് പറയുന്നത്. ലീഗൽ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ടു ദ ബയർ. സെല്ലറിൽ നിന്നാണ് ബയറിലേക്ക് ഗുഡ്സിൻ്റെ ലീഗൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുകയാണ്. ഈ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത് ഒന്നുകിൽ അബ്സല്യൂട്ട് ആവാം, അല്ലെങ്കിൽ കണ്ടീഷണൽ ആവാം. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്ട് ഓഫ് സെയിൽ എൻട്രി ചെയ്ത സമയത്ത് തന്നെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവും. അടുത്ത് കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ ഇപ്പം ട്രാൻസ്ഫർ ആവില്ല, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവില്ല. കോൺട്രാക്ട് എൻട്രി ചെയ്തു, പക്ഷേ ഓണർഷിപ്പ് ഒരു ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും ട്രാൻസ്ഫർ ആവുന്നത്. ചില കണ്ടീഷൻസ്, ആ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ? ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുള്ളൂ. അപ്പോൾ അബ്സല്യൂട്ട് ആവാം, കണ്ടീഷണലും ആവാം. നേരത്തെ പറഞ്ഞല്ലോ തന്നെ, അബ്സല്യൂട്ട് സെയിൽ ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് പാസസ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ ഇമ്മീഡിയറ്റ്ലി. അബ്സല്യൂട്ട് സെയിൽ ഓണർഷിപ്പ് സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ആവും. കണ്ടീഷണൽ കോൺട്രാക്റ്റിലാണെങ്കിൽ ഓണർഷിപ്പ് ഡസ് നോട്ട് പാസ് ടു ദ ബയർ അബ്സല്യൂട്ട്ലി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ആവില്ല. ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ? ട്രാൻസ്ഫർ ആവുള്ളൂ. ഇത് രണ്ട് പാർട്ടീസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ആരാണ്? സെല്ലറും ബയറും ആരെന്ന് നിങ്ങൾക്ക് അറിയാം. സെല്ലർ ആരാണ്? എ പേഴ്സൺ ഹു എഗ്രീസ്. എ പേഴ്സൺ ഹു സെൽസ് ഓർ എഗ്രീസ് ടു സെൽ ദ ഗുഡ് ഈസ് നോൺ ആസ് സെല്ലർ. ആരാണോ ഗുഡ് സെല്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണോ ഗുഡ് സെല്ല് ചെയ്യാന്ന് പറഞ്ഞ് എഗ്രി ചെയ്യുന്നത്, അയാളാണ് എന്തോന്ന്? സെല്ലർ എന്ന് പറയുന്നത്. ബയർ എന്ന് പറയുന്നത് ആരാണോ ഗുഡ് ബൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണോ ഗുഡ് ബൈ ചെയ്യാന്ന് പറഞ്ഞ് എഗ്രി ചെയ്യുന്നത്, അയാളാണ് എന്തോന്ന്? ബയർ എന്ന് പറയുന്നത്. അടുത്ത ഡെഫിനിഷൻ നോക്കാം. കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ ഡെഫിനിഷൻ നോക്കാം. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 സെക്ഷൻ 4 സബ്സെക്ഷൻ 1 ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ് ഈസ് എ കോൺട്രാക്ട് വെയർ ബൈ ദ സെല്ലർ ട്രാൻസ്ഫേഴ്സ് ഓർ എഗ്രീസ് ടു ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ടു ദ ബയർ ഫോർ എ പ്രൈസ്. നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ് തോന്നുന്നത്. ഈ മൂവബിൾ പ്രോപ്പർട്ടി ഓണർഷിപ്പ് എന്ത് ചെയ്യും? സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിന് വേണ്ടിയുള്ള കോൺട്രാക്റ്റാണ് എന്തോന്ന്? കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ. വെറുതെ അല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഒരു പ്രൈസിന് വേണ്ടിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് ഇല്ലെങ്കിൽ, അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അത് കോൺട്രാക്റ്റ് അല്ല. ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻ്റ് ആണ് എന്തോന്ന് പറയുന്നത്? കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഈ കോൺട്രാക്ട് ഓഫ് സെയിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് സെയിലും ഉണ്ട്, ഒന്ന് എഗ്രിമെന്റ് ടു സെല്ലും ഉണ്ട്. അതെന്താണെന്ന് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സെയിലാണ്. സെയിൽ മീൻസ് ഓണർഷിപ്പ് ഓഫ് ഗുഡ് ഈസ് ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫേർഡ് ഫ്രം ദ സെല്ലർ ടു എ ബയർ. ഒരു സെല്ലറിൽ നിന്ന് ബയറിലേക്ക് എന്ത് ചെയ്യും? ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതിനെയാണ് എന്തോന്ന് പറയുന്നത്? സെയിൽ എന്ന് പറയുന്നത്. ദ ടേം സെയിൽ ഈസ് ഡിഫൈൻഡ് ഇൻ ദ സെക്ഷൻ 4 subsection 3 of the Sale of Goods Act, which reads as where under a contract of sale the transfer of property in the good is transferred from the seller to the buyer, the contract is called a sale. ഇവിടെ എന്താണ്? സെക്ഷൻ 4 സബ്സെക്ഷൻ 3 സെയിലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവർ തമ്മിലുള്ള കോൺട്രാക്ട് ഓഫ് സെയിൽ എന്താണ്? ഈ മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു 1 ഡിസംബറിൽ എന്ത് ചെയ്തു? എ അയാളുടെ കാർ ബിക്ക് വിൽക്കാന്ന് പറഞ്ഞു, 1 ലക്ഷം രൂപയ്ക്ക് വിൽക്കാന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ് എന്തോന്ന് ചെയ്തു? ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ എ ബിക്ക് ട്രാൻസ്ഫർ ചെയ്തു. എ ആണ് സെല്ലർ, ബി ആണ് ബയർ. അപ്പോൾ അതിനാണ് എന്തോന്ന് പറയുന്നത്? സെയിൽ എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അടുത്ത എഗ്രിമെന്റ് ടു സെല്ലാണ്. എഗ്രിമെന്റ് ടു സെല്ലും സെയിലും നമ്മുടെ ഡിഫറൻസ് നോക്കിക്കോണേ. എഗ്രിമെന്റ് ടു സെൽ എന്ന് പറഞ്ഞാൽ മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് ലീഗൽ ഓണർഷിപ്പ് ഓഫ് ഗുഡ്
ഗുഡ്സ് ഈസ് ടു ടേക്ക് പ്ലേസ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് എന്നാണ്. ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഗുഡിൻ്റെ ലീഗൽ ഓണർഷിപ്പ് സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് സെയിലിൽ പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യില്ല, വേറൊരു ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്, കണ്ടീഷൻസിലൊക്കെ ഫുൾഫിൽ ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും, കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്ന ഡേറ്റിലായിരിക്കില്ല ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്, എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത്. എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ സെക്ഷൻ 4 സബ്സെക്ഷൻ 3 തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. under a contract of sale, the transfer of property in the good is to take place at a future date. എന്താണ്, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നപ്പോഴാണ് ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ്, കോൺട്രാക്ട് പ്രകാരം ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ്. ഫ്യൂച്ചർ ടൈം ഓർ സബ്ജക്റ്റ് ഒന്നുകിൽ ഫ്യൂച്ചർ ഡേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്, ആ കണ്ടീഷൻ്റെ ഫുൾഫിൽമെൻറ്റിലായിരിക്കും എന്ത് ചെയ്യുന്ന ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ജാനുവരിയിൽ എ എന്ത് ചെയ്തു, അയാളുടെ കാർ ബിക്ക് വിൽക്കാമെന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. പക്ഷേ വിൽക്കുന്നത് എന്നാണ്, മാർച്ച് 1 വിൽക്കാമെന്ന് പറഞ്ഞാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്. 1 ജാനുവരിയിലാണ് കോൺട്രാക്ട് വന്നത്, പക്ഷേ എന്നാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് 1 മാർച്ചിലാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എഗ്രിമെൻറ്റ് ടു സെല്ലാണ്. കാരണം എന്താണ്, ഫ്യൂച്ചർ ഡേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നത്. ഈ ഒരു കോൺട്രാക്ട് സെയിലിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ആൾ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ട് മസ്റ്റ് ബി ഫുൾഫിൽ. ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടല്ലോ എന്ന് പറയുന്നത്, കോമ്പീറ്റൻ്റ് പാർട്ടീസുമായിട്ടായിരിക്കണം കോൺട്രാക്ട് എൻ്റർ ചെയ്യേണ്ടത്, ലീഗൽ കൺസിഡറേഷൻ വേണം, ഒരു കോൺട്രാക്റ്റിൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും എല്ലാ എസെൻഷ്യൽസും ഇവിടെ എന്ത് ചെയ്യണം, പാലിക്കപ്പെടണം. അടുത്ത ദെയർ മസ്റ്റ് ബി 2 പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്റ്റിൻ്റെ സെയിൽ ഇവിടെ എന്താണ്, 2 പാർട്ടീസ് ഉണ്ട്, ആരൊക്കെ, ബയറും സെല്ലറും. ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ മസ്റ്റ് ബി മൂവബിൾ ഗുഡ്സ്. ഇവിടുത്തെ സബ്ജക്ട് മാറ്റർ എന്താണ്, മൂവബിൾ ഗുഡ്സ് ആണ്. പിന്നെന്താണ്, ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ടു ദ ബയർ. സെല്ലറിൽ നിന്ന് ബയറിലേക്ക് എന്ത് ചെയ്യണം, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവണം. ദെയർ മസ്റ്റ് ബി സം പ്രൈസ് ഓഫ് ദ ഗുഡ്. ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, ഫ്രീ ആയിട്ട് കൊടുത്തോടെ കോൺട്രാക്റ്റിൻ്റെ ഒരു എലമെൻ്റ് അവിടെ ഫോളോ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം, ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. എന്താണ് ഇവിടെ എന്താണ്, ഒരു കൺസിഡറേഷൻ, എന്തെങ്കിലും ഒരു പ്രൈസിനായിരിക്കും കൊടുക്കേണ്ടത്. കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി മെയ്ഡ് എയ്തർ ഓറലി ഓർ റൈറ്റിംഗ്. കോൺട്രാക്ട് ഓഫ് സെയിൽ എന്താ, ഓറലി ആവാം അല്ലെങ്കിൽ റൈറ്റിങ്ങിലും ആവാം. ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സെക്ഷൻ 2 സബ്സെക്ഷൻ 7 പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഓപ്ഷണബിൾ ക്ലെയിംസ്, മണി ഒഴിച്ച് ബാക്കി എല്ലാം തോന്നി മൂവബിൾ പ്രോപ്പർട്ടിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യും. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ സ്റ്റോക്ക് ആൻഡ് ഷെയർ ഉണ്ട്, ഗ്രോയിങ് ക്രോപ്സ് ഉണ്ട്, ഗ്രാസ് ഉണ്ട്, പിന്നെ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട അറ്റാച്ച് ചെയ്യുന്ന സാധനങ്ങൾ, ഇതെല്ലാം എന്താ അതിനകത്ത് വരും, മൂവബിൾ പ്രോപ്പർട്ടിക്കകത്ത് വരും. ഈ ഗുഡ്സിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെ, എക്സിസ്റ്റിംഗ് ഗുഡ്സ്, ഫ്യൂച്ചർ ഗുഡ്സ്, കണ്ടീജന്റ് ഗുഡ്സ്, അങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ എക്സിസ്റ്റിംഗ് ഗുഡ്സ്. എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഗുഡ്സ് ഓൺഡ് ആൻഡ് പൊസസ്ഡ് ബൈ ദ സെല്ലർ അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ഓഫ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ആർ കാൾഡ് എക്സിസ്റ്റിംഗ് ഗുഡ്. എന്താണ്, കോൺട്രാക്ട് ഓഫ് സെയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് സെല്ലറിൻ്റെ കയ്യിലുള്ള, സെല്ലർ പൊസസ് ചെയ്തിരിക്കുന്ന, സെല്ലർ ഓൺ ചെയ്തിരിക്കുന്ന ഗുഡ്സ് ആണ് എന്തോന്ന് പറയുന്നത്, എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് ഗുഡ്സ് 3 ടൈപ്പ് പിന്നെയുണ്ട്. ഏതൊക്കെ, സ്പെസിഫിക് ഉണ്ട്, അസർട്ടൈൻഡ് ഉണ്ട്, അൺഅസർട്ടൈൻഡ് ഉണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺട്രാക്ട് ഓഫ് സെയിൽ നടക്കുന്ന സമയത്ത് സെല്ലറിൻ്റെ കയ്യിൽ ഉള്ള, അയാൾ ഓൺ ചെയ്തിരിക്കുന്ന, അയാൾ സ്വന്തമായിട്ട് ഓൺ ചെയ്തിരിക്കുന്ന ഗുഡാണ് ഏത്, എക്സിസ്റ്റിംഗ് ഗുഡ് എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് ഗുഡിൽ ആദ്യത്തെയാണ് സ്പെസിഫിക് ഗുഡ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ഗുഡ് സെക്ഷൻ 2 സബ്സെക്ഷൻ 14 പറഞ്ഞിരിക്കുന്നത്. സ്പെസിഫിക് ഗുഡ് മീൻസ് ഗുഡ് ഐഡന്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അപ്പോൺ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. എന്താണ്, കോൺട്രാക്ട് ഓഫ് സെയിൽ ചെയ്യുന്ന സമയത്ത്, കോൺട്രാക്ട് എൻ്റർ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന, ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എഗ്രി ചെയ്യുന്ന ഗുഡിനാണ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗുഡ് എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് ഗുഡിനാണ് ഈ കോൺട്രാക്ട് ഫോം ആയിരിക്കുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എയുടെ ഒരു സെല്ലറിൻ്റെ കയ്യിൽ 5 കാറുണ്ട്, പല കളറിൽ 5 കാറുണ്ട്. അപ്പം ബി ആണ് ബയർ എന്ന് പറയുന്നത്. അപ്പോൾ ബി എന്തോന്ന് ചെയ്തു, അയാൾക്ക് എന്ത് ചെയ്തു, അയാൾക്ക് ചുവന്ന കാറ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, സ്പെസിഫിക് ആയിട്ട് ഒരു കാർ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്തു, ആ കാറ് വേണമെന്ന് പറഞ്ഞു. ആ കാർ തന്നെയാണ് എന്തോന്ന് ചെയ്തത്, അയാൾ വാങ്ങിക്കുകയും ചെയ്തത്. അതിനെയാണ് എന്തോന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗുഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് അസർട്ടൈൻഡ് ഗുഡ്സ്. ഇറ്റ് മീൻസ് ഗുഡ് ഐഡന്റിഫൈഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ എഗ്രിമെന്റ് ആഫ്റ്റർ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. സ്പെസിഫിക് ഗുഡ് പോലെ തന്നെയാണ് അസർട്ടൈൻഡ് ഗുഡ്. പക്ഷേ സ്പെസിഫിക് ഗുഡ് എന്താണ്, ആ കോൺട്രാക്ട് ഓഫ് സെയിൽ എൻ്റർ ചെയ്യുന്ന സമയത്താണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, കോൺട്രാക്റ്റിൻ്റെ എഗ്രിമെന്റിന് ശേഷം ആ കോൺട്രാക്റ്റിന് ശേഷമാണ്, കോൺട്രാക്ട് ഓഫ് സെയിലിന് ശേഷമാണ് എന്തോ ചെയ്യുന്നത്, ഗുഡ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ അസർട്ടൈൻഡ് ഗുഡും സ്പെസിഫിക് ഗുഡും തമ്മിലുള്ളൂ. ഓക്കെ. അടുത്ത അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ഓർ ജനറിക് ഗുഡ്സ്.
അൺഅസർട്ടൈൻഡ് ഗുഡ് അല്ലെങ്കിൽ ജനറിക് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഗുഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത് അൺഅസർട്ടൈൻഡ് ഗുഡ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഒന്നുകിൽ ഡിസ്ക്രിപ്ഷൻ വഴി അല്ലെങ്കിൽ സാമ്പിൾ വഴിയായിരിക്കും ഡിഫൈൻ ചെയ്യുന്ന ആ ഗുഡിനെ. ഇവിടെ സെല്ലറിന് എന്തോന്ന് ചെയ്യും? സെല്ലറിന് കൂടുതൽ എന്താണ് ഓപ്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾക്ക് ഇഷ്ടമുള്ള കൈൻഡ് അയാൾക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റിയിൽ എന്ത് ചെയ്യാം? ഗുഡ് സപ്ലൈ ചെയ്യാനുള്ള റൈറ്റ് അയാൾക്കുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ 5 കാർ, നേരത്തെ 5 കാർ പറഞ്ഞില്ല, സ്പെസിഫിക് ഗുഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? 5 കാറിൽ ബയർ പറയണ അയാൾക്ക് ചുവന്ന കാർ വേണമെന്ന് പറഞ്ഞാൽ ചുവന്ന കാർ തന്നെ കൊടുക്കണം. അതാണ് സ്പെസിഫിക് ഗുഡ്. അൺഅസർട്ടൈൻഡ് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയർ ഒരു കാറും പറയുന്നില്ല, അയാൾക്ക് ഇന്ന ഇത് വേണം, ഇന്ന കാർ വേണമെന്ന് പറയുന്നില്ല. അപ്പം എന്ത് ചെയ്യാം? സെല്ലർക്ക് എന്ത് ചെയ്യാം? അയാൾക്ക് ഇഷ്ടമുള്ള ഗുഡ് എന്ത് ചെയ്യാം? വിൽക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എക്സിസ്റ്റിംഗ് ഗുഡ് പറഞ്ഞു. ഇനി അടുത്തുള്ളത് ഫ്യൂച്ചർ ഗുഡാണ്. These are goods which a seller does not possess at the time of contract, but which will be manufactured or produced or acquired by him after making of the contract of sale. Section 2 subsection 6. സെക്ഷൻ 2 സബ്സെക്ഷൻ 6-നകത്താണ് തോന്നുന്നത് ഫ്യൂച്ചർ ഗുഡിനെ പറ്റി പറയുന്നത്. ഈ നമ്മൾ പറഞ്ഞ എക്സിസ്റ്റിംഗ് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓണർ പൊസസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓണർ ഓൺ ചെയ്യുന്ന സെല്ലർ ഓൺ ചെയ്യുന്ന ഗുഡ്സാണ് ഏത്? എക്സിസ്റ്റിംഗ് ഗുഡ് എന്ന് പറഞ്ഞാൽ. ഫ്യൂച്ചർ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അയാളുടെ കയ്യിൽ ഓൺ ചെയ്തിട്ടില്ല, പക്ഷേ എന്ത് ചെയ്യും? കോൺട്രാക്ട് എൻ്റർ ആയി കഴിഞ്ഞാൽ അയാൾ എന്തോന്ന് ചെയ്യും? അയാൾ പ്രൊഡ്യൂസ് ചെയ്യും, അയാൾ മാനുഫാക്ചർ ചെയ്യും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും അക്വയർ ചെയ്യും. അങ്ങനെയുള്ള ഗുഡാണ് ഏത്? ഫ്യൂച്ചർ ഗുഡ് എന്ന് പറയുന്നത്. ഈ ഫ്യൂച്ചർ ഗുഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സെയിൽ ആകില്ല. സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മീഡിയറ്റ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷേ ഫ്യൂച്ചർ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്യൂച്ചർ ഗുഡ് എപ്പോഴും എന്താണ്? എഗ്രിമെൻറ്റ് സെല്ലാണ്, സെയിൽ ആയിരിക്കില്ല. അടുത്തത് കണ്ടീജൻറ്റ് ഗുഡ്സ്. കണ്ടീജൻറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചർ ഗുഡ് പോലെ തന്നെയാണ്. അയാളുടെ കയ്യിൽ, സെല്ലറിൻ്റെ കയ്യിൽ ആ ഗുഡ് ഇല്ല, ഫ്യൂച്ചറിൽ ഇനി വരുത്തിയാലേ ആ ഗുഡ് ഉള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്? ഒരു കണ്ടീജൻസി ഉണ്ട്, ഒരു അനിശ്ചിതത്വം ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഗുഡ് വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്താണ്? ആ ഗുഡ് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഗുഡ് വരുമോ ഇല്ലയെന്ന് ഉറപ്പില്ല. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ വേറൊരു രാജ്യത്ത് നിന്ന് വരുന്ന ഗുഡാണ്, അത് ഷിപ്പിലാണ് വരുന്നത്. ആ ഷിപ്പിൽ ആ ഗുഡ് നമ്മുടെ രാജ്യത്തെത്തിയാൽ മാത്രമേ എന്താണ്? ആ ഗുഡിന് ഒരു ഉറപ്പുള്ളൂ. മറ്റെന്താണ്? കണ്ടീജൻസി ഉണ്ട്, ആ ഗുഡ് വരുമോ ഇല്ല എന്നൊരു കണ്ടീജൻസി ഉണ്ട്. അങ്ങനെയുള്ള ഗുഡിനെയാണ് എന്തോന്ന് പറയുന്നത്? കണ്ടീജൻറ്റ് ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ടൈപ്പ് ഗുഡ് ഉണ്ട്. ഏതൊക്കെ? എക്സിസ്റ്റിംഗ് ഗുഡ് ഉണ്ട്, ഫ്യൂച്ചർ ഗുഡ് ഉണ്ട്, പിന്നെ ഏതുണ്ട്? കണ്ടീജൻറ്റ് ഗുഡ് ഉണ്ട്. ഇത് സെക്ഷൻ 6 സബ്സെക്ഷൻ 2-നകത്താണ് ഈ കണ്ടീജൻറ്റ് ഗുഡ്സിനെ പറ്റി പറയുന്നത്. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് മനസ്സിലായല്ലോ, ഇത് ഇമ്പോർട്ടൻ്റ് കാര്യം.